ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെപ്പറ്റി വിവരിക്കുന്ന കാര്യങ്ങളാണ് സാധ്യമായി തരുന്നത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരുവൻ്റെ പാപം ക്ഷമിച്ച് അവന് രോഗസൗഖ്യം കൊടുക്കുന്നു. 9-ാം അധ്യായം ആരംഭിക്കുന്നു. അവൻ പടയിൽ കയറി ഇക്കരയ്ക്ക് കടന്നു സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കവേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, ഇതിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത്? നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നു? ഏതാവുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരും അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അവിടെ യേശു കർത്താവിന് പാപം മോചിക്കാനുള്ള അവകാശം ദൈവം കൊടുക്കുന്ന ഒരു വലിയ അനുഭവമാണ് അവിടെ കാണുന്നത്. പാപങ്ങളുടെ മേൽ അവൻ രോഗിയായത് അവൻ്റെ പാപം കൊണ്ട് രോഗിയാവും. രോഗിയാവുന്നതിന് പല കാരണങ്ങളുണ്ട്. പാപം കൊണ്ട് എല്ലാ രോഗങ്ങളും പാപം കൊണ്ടുണ്ടാകുന്നതല്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അവന് പാപം മോചിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കാണിക്കുന്നത്. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ടാക്സ് കളക്ടറുടെ പാപം മോചിക്കുന്ന ഭാഗമാണ് കാണുന്നത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാവികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറേ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പാപികളോട് ചേർന്ന് അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രാജ്യത്വം ഉള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് പാപത്തിൻ്റെ മേൽ അവന് അധികാരം ഉണ്ട് എന്നുള്ളത്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉപവാസത്തെപ്പറ്റിയുള്ള ചിന്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയാൽ തിരി പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു വീഞ്ഞ് ഒഴുകിപ്പോവും, തുരുത്തിയും നശിച്ചു പോവും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ, അങ്ങനെ അത് ഭദ്രമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഉപവാസത്തെപ്പറ്റിയുള്ള കൺസേണാണ്. കർത്താവ് കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നത്? കർത്താവിൻ്റെ സാന്നിധ്യം ആണ് നമുക്ക് ആവശ്യം. ഉപവസിക്കുന്ന കാലം വരും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ കൃപായുഗത്തിൽ അതിനുള്ള അവസരം നമുക്ക് ദൈവം തരുന്നുണ്ട്. എന്നാൽ അധ്യായം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ മരണത്തെപ്പറ്റിയുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. പവർ ഓവർ ഡെത്ത്, അവൻ്റെ രാജ്യത്തെപ്പറ്റി കാണിക്കുന്ന മൂന്നാമത്തെ കർത്താവിൻ്റെ പവർ, മരണത്തെപ്പറ്റി ഉള്ള പവറാണ് 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവർ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു.
അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രമൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു, ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുകയും, ബാല മരിച്ചിട്ടില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരും അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കിടന്ന് ബാലയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട്. അപ്പോൾ യേശു കർത്താവിന് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ തന്നെ പവർ ഓവർ ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ മേൽ അധികാരമുണ്ട്. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. കർത്താവേ എന്നവർ പറഞ്ഞു. അവനവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ സ്തുതിയെ പരത്തി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇരുട്ടിൽ നിന്ന് ഉള്ള വിമോചനം കൊടുക്കാൻ സാധിച്ചു. പവർ ഓവർ ഡംനെസ്, കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ള ശക്തി 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അവർ പോകുമ്പോൾ, 32-ാം വാക്യത്തിൽ അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേൽ ഇങ്ങനെ ഒരു നാളും കേട്ടിട്ടില്ല എന്ന് പുരുഷാരും അതിശയിച്ചു. പരീശന്മാരോ, അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു അതിനെപ്പറ്റിയുള്ള കംപ്ലൈൻറ്റുകൾ അവിടെ ഇത് ഇളകാൻ തുടങ്ങി. കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ മറ്റൊരു അധികാരമാണ് കർത്താവ് കാണിച്ചത്. 35-ാം വാക്യത്തിൽ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോൾ ആ പവർ ഓവർ ഡിസീസ്, എല്ലാ രോഗവും ഒറ്റ ഒരാളും സൗഖ്യം പ്രാപിക്കാതെ ഇരുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ. ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് യേശു ചെയ്ത യഥാർത്ഥമായ യേശുവിനെ കാണുമ്പോൾ, സൗഖ്യമാക്കേണ്ട രോഗമാണെങ്കിൽ യേശു സൗഖ്യമാക്കും. കർത്താവ് അനേകർക്കതിന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. എന്നാൽ അത് പബ്ലിസിറ്റി ചെയ്ത് അതിനുവേണ്ടിയല്ല യേശു ചെയ്തത്. ആ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പിറ്റി ഓൺ ദ പീപ്പിൾ, അവൻ്റെ രാജാവായതുകൊണ്ടാണ് 36 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീനെന്ന് പറഞ്ഞു. ഇന്നും കർത്താവിൻ്റെ വേലയിലേക്ക്, ഈ ശിഷ്യത്വത്തിലേക്ക് വളരെ ആളുകളെ ആവശ്യമുണ്ട്. അതിനായി നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കാം. ഈ രാജാവായ യേശുവിൻ്റെ പുറകെ ഒരു ശിഷ്യനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിനത്തിൽ ഞങ്ങൾ വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഈ 9-ാം അധ്യായത്തിലുള്ള ഓരോ കാര്യങ്ങളും കേട്ട ഓരോരുത്തരുടെ മേലും പറഞ്ഞ അടിയൻ്റെ മേലും ഒരുപോലെ ശക്തി പ്രാപിച്ച് അനുഗ്രഹമാക്കി തീർക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.